യേശു കർത്താവ് കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പാപത്തിനും പ്രമാണത്തിനും അടിമയായിരുന്നൊരു മനുഷ്യൻ. ആദാമിൽ നിന്ന് ജനിച്ചവൻ. അവൻ ആദാമിന് തുല്യമായി പാപം ചെയ്തില്ലെങ്കിലും പാപി എന്ന് വിളിക്കപ്പെടുന്നു എന്ന് വചനം പറയുന്നത് പോലെ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് കുരുടൻ. കണ്ണ് കാണാത്തവൻ. അവൻ കാണേണ്ടതൊന്നും കാണുന്നില്ല. അവന് കാഴ്ചയുണ്ടെന്ന് അവൻ പറയുന്നു, പക്ഷേ അവൻ കാണേണ്ടത് കാണുന്നില്ല. അപ്പൊ അതിൻ്റെ പ്രതീകമാണ് 9-ാം അധ്യായത്തിലെ അന്ധനായ മനുഷ്യൻ. അതുകൊണ്ടാണ് ഒരു കുരുടന് കാഴ്ച കൊടുത്ത വിഷയം 41 വചനങ്ങളായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ലോകം അവന് വിളിക്കുന്നത് പാപി എന്നാണ്. ഇനി ഇവന്റെ ജീവിതത്തിന്റെ അവസ്ഥ കണ്ടിട്ട് ഇവന്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണോ ഇവന്റെ പാപം കൊണ്ടാണോ ഇവന് ഈ ദുരന്തം വന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇവൻ സ്കൂളിൽ പഠിച്ചു, തോറ്റുപോയി. പഠനത്തിൽ പിന്നോക്കം വന്നു. ജോലി ചെയ്യാൻ നോക്കി, രക്ഷയില്ല. കുടുംബജീവിതത്തിൽ പരാജയം, സാമൂഹ്യ ജീവിതത്തിൽ പരാജയം, ക്യാരക്ടറിൽ പരാജയം. കാരണം കുരുടനായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയാണോ? എല്ലാവർക്കും ഇങ്ങനെയല്ല. ഇവനിങ്ങനെയാണ്. കാരണം ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിന്. യോഹന്നാൻ 9-ലെ അതേ കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 9-ല്. അവിടെ പ്രമാണത്താൽ അന്ധനായി തീർന്നൊരു മനുഷ്യന്റെ നിഴലായിട്ട് പൗലോസിനെയാണ് കാണിക്കുന്നത്. പൗലോസ് വെളിച്ചത്താൽ അന്ധനായി. അവനെ അവന്റെ കൂടെയുള്ളവർ കൈക്ക് പിടിച്ച് ദമാസ്കസിൽ കൊണ്ടുവന്നു. അനന്യാസ് അവനു വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഒരു സാധനം താഴെ വീണു. അവന് കാഴ്ച കിട്ടി. അതാണ് ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അനന്യാസ് അവനോട് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിലുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം നീ അറിയാൻ, നീതിമാനായവനെ കാണാൻ, അവന്റെ വായിൽ നിന്നുള്ള വചനം കേൾക്കാൻ. ഇവൻ ആർക്ക് വേണ്ടിയാ ഈ കഷ്ടം സഹിച്ചത്? ഇവൻ ആർക്ക് വേണ്ടിയാണ് ഈ ദുരന്തം സംഭവിച്ചത്? ബാല്യവും കൗമാരവും യൗവനവും ഇരുട്ടിലായിപ്പോയൊരു മനുഷ്യൻ. എല്ലാവരും എഴുതിത്തള്ളിയൊരു മനുഷ്യൻ. കർത്താവ് പറഞ്ഞു, നോ, അവന്റെ മേൽ, അവന്റെ കുടുംബത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിവാകാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഇവൻ കാണിച്ചു തരും. നീതിമാനായവനെ ഇവൻ കാണും. അവന്റെ വായിൽ നിന്നുള്ള വചനം ഇവൻ കേൾക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരും. അന്ത്യകാല ശുശ്രൂഷ ഇവൻ ചെയ്യും. ഇവൻ ലീഡ് ചെയ്യും. ഇവൻ മുന്നിൽ നിന്ന് ദൈവഹിതം അറിയിച്ചു തരും. എന്തുകൊണ്ടാ? കാരണം ഇവൻ തോറ്റത്, സ്കൂളിൽ തോറ്റത്, ജീവിതത്തിൽ തോറ്റത്, ക്യാരക്ടറിൽ തോറ്റത് ഈ പ്രമാണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവനെ ജയിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കും. കാരണം അവർക്ക് ലോകത്തിലിടമില്ല. ലോകത്തിൽ അവനെ ഇരക്കുന്നവനായി കണ്ടവരുണ്ട്, ഭിക്ഷയാചിക്കുന്നവനായി കണ്ടവരുണ്ട്. പക്ഷെ ദൈവം അങ്ങനെയല്ല കണ്ടത്. ദൈവം കാണുന്ന പോലെ ആരും കണ്ടുമില്ല. ഇനി സാധാരണ മനുഷ്യനെ ഈ ശുശ്രൂഷയ്ക്കാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. കാരണം വിശപ്പ് എന്താണെന്ന് അറിയാത്തവൻ വിശക്കുന്നവരോട് എങ്ങനെ ദയ തോന്നും? ദാരിദ്ര്യം എന്താണെന്ന് അറിയാത്തവന് ദരിദ്രനെ ഉദ്ധരിക്കാൻ എങ്ങനെ കഴിയും? എളിയവനെയും ദരിദ്രനെയും ഉദ്ധരിക്കുക, അവരെ സഹായിക്കുക. ആത്മീയമായാലും ഭൗതികമായാലും എളിയവനെയും ദരിദ്രനെയും രക്ഷിക്കാൻ കർത്താവിന് താല്പര്യമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം ശുശ്രൂഷകന്മാരെ അന്വേഷിക്കുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമാകാൻ. ഇരുട്ടിൽ കിടന്ന മനുഷ്യനാണ് ഇനി ലോകത്തിന് വെളിച്ചമാകാൻ പോകുന്നത്. യേശു കർത്താവിൻ്റെ അടുക്കൽ ഈ മനുഷ്യനെ ശിഷ്യന്മാർ കൊണ്ടുവന്നു. യേശു കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി അവനോട് പറഞ്ഞു, നീ സിലോഹാം കുളത്തിൽ പോയി കഴുകുക. രക്ഷിക്കപ്പെട്ടു.
പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്, ഈ മണ്ണിൽ നിന്ന് നീ കണ്ടുപിടിക്കണം. ആദാമിനെ സൃഷ്ടിച്ചിട്ട് പിന്നീട് അവൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവം പറയാണ്, നിന്നെ ഉണ്ടാക്കാൻ ഞാൻ എടുത്ത മണ്ണ് അത് തോട്ടത്തിന് പുറത്താണ്, നീ അങ്ങോട്ട് പോയിക്കോ. അവിടെ പോയി വേല ചെയ്ത് നീ ഉപജീവനം കണ്ടെത്തും, പിന്നെ നിനക്ക് ആത്മാവിന് വേണ്ട വെളിപ്പാടും കണ്ടെത്തും. ഇന്നും അത് തന്നെ ദൈവത്തിൻ്റെ പരിപാടി. രക്ഷിക്കപ്പെട്ടവനെ, വിളിയുള്ളവനെ കർത്താവ് വേലയ്ക്ക് വിടും. ബാക്കി പഠിപ്പിക്കുന്നത് വേല സ്ഥലത്താണ്, ജോലി സ്ഥലത്താണ്. അവിടെ വെച്ചാണ് ഇവൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടത് കാണുന്നത്. അങ്ങനെ വേലസ്ഥലത്ത് വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി അവൻ കണ്ടെത്തും, അല്ലെങ്കിൽ വിലയേറിയ മുത്ത് കണ്ടെത്തും. അവനുള്ളതെല്ലാം അവൻ വിൽക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ഈ മനുഷ്യൻ പോയി. അയക്കപ്പെട്ടവനെന്നാണ് സിലോഹാം എന്ന പേരിൻ്റെ അർത്ഥം. അവൻ അയക്കപ്പെട്ടവനായി മാറി, കർത്താവിനാൽ അയക്കപ്പെട്ടവൻ. ഇവന്റെ പ്രോഗ്രസ് ഒന്ന് നോക്കിക്കേ. ഇവൻ കുരുടനായിരുന്നു, ജന്മനാ കുരുടനായിരുന്നു. പിന്നീട് കണ്ണ് കാണുന്നവനായി, പിന്നീട് അവൻ പ്രവാചകനായി, പിന്നീട് അവൻ യേശു കർത്താവിനെ കണ്ട് അവൻ്റെ വായിൽ നിന്ന് ഉള്ള വചനം കേൾക്കുന്നവനായി, യേശുവിൻ്റെ ശിഷ്യനായി. ഇനി നമ്മുടെ കാര്യം എടുക്കാം. ജീവിതത്തിൽ യൗവനവും ബാല്യവും കൗമാരവും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കർത്താവിനെ കണ്ടെത്താൻ ലേറ്റായിപ്പോയി എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാരപ്പെടരുത്. കാരണം യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നമ്മൾ അവനെ അറിഞ്ഞില്ലെങ്കിൽ അവൻ നമ്മളെ അറിഞ്ഞിരുന്നു. നമ്മൾ അവനെ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിലും അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വിളിച്ചപേക്ഷിക്കാൻ ആളുകളെ നിയമിച്ചിരുന്നു. നമ്മൾ അവൻ്റെ വഴി അറിഞ്ഞില്ലെങ്കിലും അവൻ നമ്മുടെ വഴി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ജോബ് പറയുന്ന പോലെ, എൻ്റെ ഹൃദയം എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തും എൻ്റെ പൂർവ്വ ദിവസങ്ങളെ ഒന്നും ആക്ഷേപിക്കുന്നില്ല. നിരാശപ്പെടുത്താൻ നോക്കും പിശാച്. മനുഷ്യൻ ചിന്തകൾ അസ്വസ്ഥതകളിടും, അതുപോലുള്ള കാഴ്ചകൾ കാണിക്കും, കേൾവികൾ കേൾപ്പിക്കും. പക്ഷേ ഉറച്ചു നിൽക്കുക. സംഭവിച്ചതെല്ലാം ദൈവീക പ്ലാനായിരുന്നു. നന്മയായിട്ട് തോന്നാം, തിന്മയായിട്ട് തോന്നാം, ദൈവം ഉണ്ടായിരുന്നു അവിടെ. ജീവിതത്തിലെ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങളും, ഓരോ ദിവസവും അത് ക്രിസ്തുവിലേക്ക് നിങ്ങൾ വന്നപ്പോൾ അത് വെള്ളം വീഞ്ഞായതുപോലെ അതിൻ്റെ സ്വഭാവത്തിന്, സുഗന്ധത്തിന്, രുചിക്ക്, ക്വാളിറ്റിക്ക് വ്യത്യാസം വന്നു. സകലതും നന്മയ്ക്കായിട്ട് ദൈവം മാറ്റുകയാണ്. തളർന്നിരിക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ, ബദ്ധന്മാരെ വിടുവിക്കാൻ, പാപികളോട് കരുണ കാണിക്കാൻ, കരയുന്നവരോട് കൂടെ കരയാൻ. തിരസ്കൃതരായവരുണ്ട്, റിജക്റ്റഡായവരുണ്ട്, നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവർക്ക് പ്രത്യാശ കൊടുക്കാൻ, ഭാവിയെ നോക്കി പുഞ്ചിരിയിടാൻ അവരെ പഠിപ്പിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പ്രമാണജ്ഞന്മാർക്ക് കഴിയാത്തത് കുരുടൻ നടത്തിയാൽ രണ്ടുപേരും കുഴിയിൽ വീഴും. അതുകൊണ്ട് കണ്ണ് തുറക്കപ്പെട്ട നിങ്ങളെ ദൈവം മറ്റുള്ളവരെ നടത്താൻ ഉപയോഗിക്കും. ദൈവപുത്രന് തുല്യനായി, അവൻ്റെ അംബാസഡറായി, മഹാപുരോഹിതനെ പോലെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കട്ടെ. ദൈവം കൃപ നൽകട്ടെ. കർത്താവിനെ കാണാൻ, അവൻ്റെ വായിൽ നിന്നുള്ള വചനം കേൾക്കാൻ, ദൈവേഷ്ടം അറിയാൻ സ്വർഗം സഹായിക്കട്ടെ. ആമേൻ.